അമേരിക്കയെ ഞെട്ടിച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ 2 ഇന്ത്യൻ വംശജരും. ജനറൽ ഇലക്ട്രിക് കമ്പനിയിലെ എയ്റോസ്പേസ് എഞ്ചിനീയറായ വികേഷ് പട്ടേലും കൺസൾട്ടന്റായ ഡോക്ടർ അസ്ര ഹുസൈൻ റാസയുമാണ് അപകടത്തിൽ മരിച്ചത്. ഇരുവരും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത മാതാപിതാക്കളുടെ മക്കളാണ്. ജനറൽ ഇലക്ട്രിക് എയ്റോസ്പേസിന്റെ മെയിന്റനൻസ്, റിപ്പയർ, ഓപ്പറേഷൻസ്, ട്രാൻസ്ഫോർമേഷൻ ലീഡറാണ് വികേഷ് പട്ടേൽ. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിൽ ഒരു ദശാബ്ദത്തിലേറെയായി പ്രവർത്തിക്കുന്ന വികേഷ് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്. ഗ്രേറ്റർ സിൻസിനാറ്റിൽ നിന്നുള്ള വികേഷിനെ കഴിഞ്ഞ വർഷം ഏപ്രിലാണ് പുതിയ പദവിയിലേക്ക് നിയമിച്ചത്. ജോലിയുടെ ഭാഗമായി വികേഷ് രാജ്യത്തെമ്പാടും സഞ്ചരിക്കാറുണ്ടായിരുന്നു. വികേഷിന്റെ വേർപാടിൽ വ്യവസായ മേഖല മാത്രമല്ല, ജനറൽ ഇലക്ട്രിക് എയ്റോസ്പേസ് ടീമിനും ഒരു വലിയ നഷ്ടമാണെന്ന് GE എയ്റോസ്പേസ് കമ്പനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഫോക്സ് 19 TV ചാനലിന് നൽകിയ പ്രസ്താവനയിൽ GE എയ്റോസ്പേസിന്റെ ചെയർമാനും സിഇഒയുമായ ലോറി കാൽപ്പും പട്ടേലിന്റെ മരണത്തിൽ അനുശോചിച്ചു. എഞ്ചിൻ അസംബ്ലി എഞ്ചിനീയർ, പ്രൊഡക്ഷൻ പ്ലാനർ, സീനിയർ ഓപ്പറേഷൻസ് മാനേജർ, ലീഡർ ട്രാൻസ്ഫോർമേഷൻ, കോച്ച്, സൈറ്റ് ലീഡർ എന്നിങ്ങനെ നിരവധി റോളുകളിൽ വികേഷ് പ്രവർത്തിച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൺസൾട്ടന്റാണ് അസ്ര ഹുസൈൻ റാസ. മാസത്തിൽ 2 തവണ അസ്ര വാഷിംഗ്ടണിൽ നിന്ന് കാൻസയിലെ വിജിതയിലേക്ക് ജോലി ആവശ്യാർത്ഥം പോകുമായിരുന്നു. ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അസ്ര ഓണേഴ്സ് ബിരുദം നേടിയത്. 20 മിനിറ്റിനുള്ളിൽ വിമാനം ലാൻഡ് ചെയ്യുമെന്ന് അസ്ര ഭർത്താവായ ഹമാദ് റാസയെ അറിയിച്ചിരുന്നു. തുടർന്ന് അസ്രയെ കൂട്ടാനായി ഹമാദ് റീഗൻ എയർപോർട്ടിൽ എത്തിയിരുന്നു. എന്നാൽ ഹമാദ് അസ്രയ്ക്ക് മറുപടി അയച്ചെങ്കിലും അത് വായിച്ചിരുന്നില്ല. അപ്പോഴാണ് എന്തോ സംഭവിച്ചതായി ഹമാദിന് മനസ്സിലായത്. തുടർന്ന് നിരവധി ആംബുലൻസുകൾ പോകുന്നത് കണ്ടതോടെ ഹമാദ് വല്ലാത്തൊരു അവസ്ഥയിലായെന്ന് ഹമാദിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാഷിംഗ്ടണിൽ ആർമി ഹെലികോപ്റ്ററും യാത്രാ വിമാനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടം അമേരിക്കയുടെ വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. ഹെലികോപ്റ്ററിലെ 3 സൈനികരും 64 വിമാനക്കാരും ഉൾപ്പെടെ 67 പേർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. 41 പേരുടെ മൃതദേഹം നദിയിൽ നിന്ന് കണ്ടെടുത്തു. 28 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ 3 US സൈനികരും ഉൾപ്പെട്ടതായി സൈന്യം അറിയിച്ചു. അതിൽ ക്യാപ്റ്റൻ റെബേക്ക M. ലൊബാച്ചിനെ സൈന്യം തിരിച്ചറിഞ്ഞു. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മറ്റ് 2 സൈനികരെ തിരിച്ചറിയാനുള്ള നടപടികൾ നടന്നു വരികയാണ്. അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും ഹെലികോപ്റ്ററിലെ സൈനികരും കൊല്ലപ്പെട്ടു. ഡർഹാമിൽ നിന്നുള്ള ലൊബാച്ച് ലാൻഡിങ്ങിനായി അടുത്തെത്തിയപ്പോഴാണ് യാത്രാ വിമാനത്തിൽ ഇടിച്ചത്. ഡൽഹിയിൽ നിന്നുള്ള ലൊബാച്ച് ലാൻഡിങ്ങിനായി അടുത്തെത്തിയപ്പോഴാണ് യാത്രാ വിമാനത്തിൽ ഇടിച്ചത്. വൈറ്റ് ഹൗസ് റിപ്പോർട്ടർ ഡേവിഡ് വിങ്കി ക്യാപ്റ്റൻ ലൊബാച്ചിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഞാനും ലൊബാച്ചും ഒരുമിച്ചാണ് പരിശീലനം നടത്തിയിരുന്നതെന്നും ലൊബാച്ച് തന്റെ സുഹൃത്തായിരുന്നെന്നും വിങ്കി പറഞ്ഞു. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് അറിയിക്കുന്നതാണെന്നും സൈന്യം വ്യക്തമാക്കി.